കൊല്ലത്തൊരു കല്യാണ റിസപ്ഷന് പോവാണ്. തീരദേശ വഴിയിലൂടെയാണ് നമ്മൾ പോയത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങാൻ പറ്റി. റിസപ്ഷൻ പരവൂരുള്ള ആനത്താവളം റിസോർട്ടിൽ വെച്ചായിരുന്നു. അങ്ങനെ നേരെ ചെന്ന് കല്യാണ ചെറുക്കനെയും പെണ്ണിനെയും ഒക്കെ കണ്ടു. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് അവിടെ തന്നെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു. റിസോർട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ചധികം പ്രതിമകൾ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു ഈ ഒരെണ്ണം. ചണ്ടാല ഭിക്ഷുകി എന്ന കവിതയെ ആസ്പദമാക്കിയിട്ടുള്ള ഈ പ്രതിമ. അത് മാത്രമല്ല കേട്ടോ, ഒരു കുളത്തിന്റെ സൈഡിൽ ഒരു അപ്പൂപ്പൻ ഇങ്ങനെ ഇരുന്ന് മീൻ പിടിക്കുന്ന ഒരു പ്രതിമയും കൂടെ ഉണ്ടായിരുന്നു. അമ്പുടു ആ വലിയ ഹംസത്തിന്റെ പ്രതിമ കണ്ട് പേടിച്ച് അച്ഛന്റെ തോളെ കിടക്കുവാണ്. ഒരിക്കലും ഞാൻ ഒരു ആനയെ ഈ ജന്മത്തിൽ തൊടുവെന്ന് വിചാരിച്ചതേ ഇല്ലായിരുന്നു. കുറച്ച് ധൈര്യമൊക്കെ എവിടുന്നോ സംഭരിച്ചെടുത്ത് ഞാൻ ആനയെ തൊട്ടു. ഇവിടെ വന്നിട്ട് എനിക്കിത് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ ഒരു ഒട്ടകത്തിനെയും അതുപോലെ തന്നെ ആന ഡാൻസ് ചെയ്യുന്നതും കാണാട്ടോ. കുട്ടികൾക്കായിട്ടൊരു പ്രത്യേകം പാർക്ക് തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ ബേർഡ്സ് പാർക്കും ഉണ്ടായിരുന്നു അവിടെ. ഇതുവരെ കാണാത്ത കുറെ പക്ഷികളെ നമുക്ക് അവിടെ കാണാൻ പറ്റി. കോഴിയുടെയും താറാവിന്റെയും പ്രാവിന്റെയും ഒക്കെ പലതരം വെറൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒട്ടകപ്പക്ഷിയെ നേരിട്ട് കണ്ടു. ശരിക്കും ഇതൊന്നും അല്ല കേട്ടോ, ഇതൊന്ന് എണീറ്റ് നിന്നെങ്കിൽ ഇതിന്റെ കറക്റ്റ് ഹൈറ്റ് നമുക്ക് അറിയാൻ പറ്റും. ശരിക്കും നമ്മൾ അത് എണീറ്റ് നിൽക്കുന്ന കണ്ടിട്ടാണ് ഓടിപ്പോയി ഫോൺ എടുത്തോണ്ട് വന്നത്. ഫോൺ എടുത്തോണ്ട് വന്നപ്പോഴത്തേക്കിന് ആളങ്ങിരുന്നു. ഇതിന്റെ പേര് ഇഗ്വാന എന്നാണ്. അതിന്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഈ ഒരു തടിയിലിരിക്കുന്നത്. ഈ ഒരു പാർക്കിൽ നിറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടെല്ലാം ലവ് ബേർഡ്സിന്റെ ഏരിയ ആണ്. ഇതൊരു പാരറ്റിന്റെ ടൈപ്പ് പക്ഷിയാണ്. ഇതിന്റെ പേര് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. എന്നാലും നമ്മൾ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അത് തിരിച്ച് പ്രതികരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ടത് പലതരത്തിലുള്ള ആടിനെ ആയിരുന്നു. പല നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പല വെറൈറ്റി ആടും ഇവിടെ ഉണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം കണ്ട് തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഭയങ്കരമായ മഴയായിരുന്നു. അങ്ങനെ നേരെ പോയി ഒരു ചൂട് ചായയും ബജിയൊക്കെ കഴിച്ചു. വന്നില്ലായിരുന്നെങ്കിൽ ശരിക്കും ഒരു നഷ്ടമായി പോയനായിരുന്നു. അങ്ങനെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല കാറ്റും മഴയും ഒക്കെ ആയിരുന്നു. അങ്ങനെ അവിടെയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോയി.